രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനങ്ങളിൽ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുൻപിൽ താൻ അല്പൻ തന്നെയാണ്. ഇക്കാരണത്താൽ മറുപടി പറയുന്നില്ല. ലീഗിനെക്കുറിച്ച് നടത്തിയ പരാമർശം പ്രത്യേക സാഹചര്യത്തിലാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപടി അംഗീകരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്പനും നിസ്സാരനുമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിക്കാനുള്ള വലിപ്പം എനിക്കില്ല. ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നിലപാട് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള സമീപന നിലപാടും ഒക്കെ കാലാന്തരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മുടെ നിലപാടുകളിൽ അവർക്കും ബോധ്യപ്പെടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു കാരണവശാലും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവിടെ വീണ്ടും അത് പറയാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാലിഹ് മുഹമ്മദ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലിഹ, ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചില ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. അപ്പോൾ പോലും രാജ്മോഹൻ ഉണ്ണിത്താന് കൊടുത്ത മറുപടി ചെറിയൊരു പരിഹാസ ചുവയിലുള്ള മറുപടിയായി പോയോ? എന്താണ് കുഴൽനാടൻ വിശദീകരിച്ചത്? കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പദവിക്കായുള്ള തർക്കം ഇപ്പോൾ കോൺഗ്രസിനകത്തും പുറത്തും ഘടകകക്ഷിയിൽ ആകമാനം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ നേരത്തെ കുഴൽനാടൻ ലീഗിനെതിരെ രംഗത്ത് വന്നത്. കുഴൽനാടൻ സ്വാഭാവികമായും KCയുടെ പക്ഷത്താണ് കുഴൽനാടനുള്ളത്. അതോടൊപ്പം ലീഗ് VD സതീശനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘടകകക്ഷിയായ ലീഗ് കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നതായിരുന്നു കുഴൽനാടന്റെ നേരത്തെയുള്ള വിശദീകരണം, നേരത്തെയുള്ള പക്ഷം. പക്ഷേ പിന്നീട് ലീഗ് അണികളും വലിയ തോതിൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് ലീഗിനെ പിണക്കിയാൽ വലിയ അപകടം സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പ്രസ്താവനയെ ഓൺ ചെയ്യാതെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായത്. ആ സാഹചര്യത്തിലാണ് വീണ്ടും കുഴൽനാടൻ ഈ രാജ്മോഹൻ ഉണ്ണിത്താന് മറുപടി പറയുന്നത്. പക്ഷേ അതൊരു വ്യംഗ്യധരണയുള്ള മറുപടിയാണ്. വലിയ തോതിലുള്ള പരിഹാസത്തിലേക്കോ മറ്റോ അദ്ദേഹം പോകുന്നില്ല. പകരം ഇത് ഈ ലീഗുമായുള്ള തർക്കം, അതായത് ലീഗ് അഭിപ്രായം പറയണോ വേണ്ടേ എന്നുള്ള തർക്കം വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെ നഷ്ടമായേക്കുമെന്നൊരു സാഹചര്യം ഉണ്ട്. അത് ഇനി കൂടുതൽ ഇത്തരത്തിൽ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് മുന്നിൽ കണ്ടു തന്നെയാകണം അദ്ദേഹം ഇനിയും എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്ന പുതിയൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നത്. നേരത്തെ ലീഗിന് കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി ആര് എന്നതിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശം എന്ന് ചോദിച്ച അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം നേരത്തെയുള്ള വലിയ ലീഗിനെതിരെയുള്ള വിമർശന നിലപാടിൽ നിന്ന് മാറി എന്ന് വേണം നമുക്ക് പറയാൻ. വിനിഷ. ശരി. സാലിഹ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.